പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ഏകാഗ്ര ചിത്തതയോടെ ദൈവസന്നിധി കണ്ണുനീരോടെ നിലവിളിക്കുക. ഹൃദയം നുറുങ്ങി ദേവദാസനെ കൂടി കേൾപ്പിച്ചതുപോലെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആമേൻ. ഹൃദയ നുറുക്കത്തോടെ മനസ്സ് തകർച്ചയോടെ ദൈവസന്നിധി കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുന്നിൽ കണ്ണുനീരോടെ നിലവിളിക്കുന്ന ആരെയും ദൈവം ഉപേക്ഷിക്കത്തില്ല. ആമേൻ. ദൈവസന്നിധി വന്ന് ഇത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുകയും സമയങ്ങളും വേറെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഒക്കെ ഓടി വന്നിരിക്കുന്ന കർത്താവ് നമ്മളെ കൈവിടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാൽ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുക. പിശാച് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു, എന്നാൽ ദൈവാത്മാവ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലിന്റെ മേല് ദൈവത്തിന്റെ ദൃഷ്ടി വെച്ച് അവരെ മാറോടി ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. റോയ് ബേബി പാസ്റ്റർ എന്നോട് വചനം ശുശ്രൂഷിക്കാനായിട്ട് പറഞ്ഞപ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു വചനം തന്നു. യെശയ്യാ പ്രവചനം 27-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ബിബ്ലിക്കലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. എന്നാല് ഈ വചനത്തിൽ കൂടി ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് ജനത്തിന് ആശ്വാസം പകരുവാൻ തക്കണം, ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കണം ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്നുള്ള ഒരു വചനമാണ് ദൈവം എനിക്ക് തന്നത്. ഇസ്രായേലിനെ ഫലപ്രദമായ ഒരു മുന്തിരിത്തോട്ടമാക്കുവാനുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെയാണ് ഈ പ്രവചനപരമായ ഭാഗം ഊന്നി പറയുന്നത്. ദൈവരാജ്യയുഗത്തിൽ ദൈവത്തിനായും ദൈവത്തിന്റെ നീതിക്കായും ഇസ്രായേൽ മുഴു ലോകത്തെ സ്വാധീനിക്കും. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളോടുള്ള ബന്ധത്തിൽ നാം ഈ വചനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, സങ്കീർത്തനം 40-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ആമേൻ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പാപപങ്കലമായ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മൾ കടന്നു വന്നവരാ. ആമേൻ. നമ്മൾ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് പറയുവാൻ ദേവദാസിനെ കൂടി ഇന്ന് കേൾപ്പിച്ചതുപോലെ നമുക്ക് ആർക്കും പൊഴുവാനായിട്ടൊന്നുമില്ല. നമ്മളിലെല്ലാം ഓരോ പോരായ്മകളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവസന്നിധിയിലെല്ലാം നമ്മൾ അത് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടും വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാ. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ പാപമംഗലമായ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ കർത്താവ് കണ്ടു വിളിച്ച് വേർതിരിച്ച് ദൈവസന്നിധി കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം ദൈവത്തിന് ഹിതമില്ലാത്ത വഴികളിൽ കൂടിയൊക്കെ നമ്മൾ നടന്നു, ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധി കടന്നു വന്നപ്പോൾ മുതൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, എന്നെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ അതിനു മുമ്പൊക്കെയുള്ള അവസ്ഥ, ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു 3 മണിക്കൂർ ഒരു പിക്ചർ ഇട്ട് അതിൽ നോക്കിക്കൊണ്ടങ്ങിരിക്കും, അതിൽ തന്നെ രസിച്ചുകൊണ്ടങ്ങിരിക്കും, ബാക്കിയെല്ലാം മറക്കും. പിന്നെ അത് കഴിയുമ്പോഴാണ് പിന്നത്തെ പ്രശ്നം. എന്നാൽ ഇന്ന് നമുക്ക് അതൊക്കെ പാപമംഗലമായ അവസ്ഥകളാണെന്നും നാശകരമായ അവസ്ഥകളാണെന്നും മനസ്സിലാക്കുവാൻ തൊക്കണം. ആമേൻ. ഇരുട്ടിന്റെ അധികാരം നമ്മളെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ആ പിതാവായ ദൈവത്തിന് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം നമ്മുടെ കണ്ണു തുറന്നല്ലോ പ്രിയ സഹോദരങ്ങളെ. എത്രയോ പേരും ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അനേകർ കേരളത്തിന്റെ അനേക മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനേകർ പൊക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കേരളത്തെ കുറിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം പാപമംഗലമായ അവസ്ഥകളിൽ കൂടി ജനം കടന്നു പോകുന്നു. തലമുറകളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ കടന്നു പോകുമ്പോൾ ചുരുക്കം ചിലരെ അവിടെവിടങ്ങളിലായി ദൈവം ശേഷിപ്പിച്ച്, അനേക മാതാപിതാക്കളെ ശേഷിപ്പിച്ച് അവരുടെ തലമുറകൾക്ക് വേണ്ടി അക്കാലങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റിരുന്ന നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തൊക്കണം. ആമേൻ. ഈ കൂട്ടങ്ങളെയൊക്കെ ദൈവം ഒരുക്കിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേ. ഹല്ലേലൂയ. ആമേ. സഖരിയാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലും അവിടെയും പറയുന്നുണ്ട്, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നുവെന്ന്. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തികളോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ നമ്മളെ ഉപദ്രവിക്കുവാൻ വരുമ്പോൾ കർത്താവ് നമ്മളെ കൺമണി പോലെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നോട്ടെ, ആമേൻ, ആ
പ്രവചന ഭാഗ്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവയാ ഞാൻ അതിനെ സൂക്ഷിക്കും. നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ പറ്റാത്ത പല അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ സൂക്ഷിക്കും. ഏതെല്ലാം അവസ്ഥകളിൽ കൂടി നാം കടന്നു വന്നുവെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ആമേൻ, എന്തുമാത്രം ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എന്തുമാത്രം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എന്തുമാത്രം വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ നിന്ദിച്ചവരില്ലേ, നമ്മളെ പരിഹസിച്ചവരില്ലേ, നമ്മളെ വേദനപ്പെടുത്തിയവരില്ലേ, നമ്മളെ ഒറ്റപ്പെടുത്തിയവരില്ലേ, നമ്മൾ നിലവിളിച്ച അനേക അവസരങ്ങളുണ്ട്. അത് ഭവനത്തിലായിക്കോട്ടെ, ചർച്ചിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ഏത് സ്ഥലത്തും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നെടുവീർപ്പിട്ട് നിലവിളിച്ചപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് ആമേൻ ഞാൻ അതിനെ സൂക്ഷിക്കും. ആമേൻ. ദൈവം വിളിച്ചു വേർതിരിച്ച, ദൈവം നട്ട നമ്മളെ ദൈവം സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 49:18 നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഉള്ളം കയ്യിൽ നമ്മളെ വരച്ചിരിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. ഉള്ളം കയ്യിൽ നമ്മളെ വെച്ചിരിക്കുക. ആ ഉള്ളം കയ്യിൽ നിന്ന് ആർക്കും വലിച്ചെടുത്തോണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ചുറ്റും നിന്നും ആമേൻ നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ നമ്മളെ വെച്ചിരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല എന്ന്. ദൈവത്തിന്റെ ആ ആട്ടിൻകൂട്ടമാണ് നമ്മള്. ആട്ടിൻകൂട്ടത്തെ യഹോവയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരാൾക്ക് സാധിക്കത്തില്ല. എന്നാൽ അത്രത്തോളം നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ സൂക്ഷിക്കത്തുള്ളൂ. നമ്മൾ ആകാത്ത വഴിയിൽ കൂടി നടക്കാതിരിപ്പാൻ തൊക്കണം. ദൈവത്തിന്റെ വഴികളിൽ കൂടി തന്നെ നടക്കുവാൻ തൊക്കണം. ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് ആമേൻ നമ്മളെ ക്രമീകരിച്ചുണ്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും, ദൈവം നമ്മളെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര മഹത്തായ ഒരു വാഗ്ദത്തമാണ് നമ്മുടെ തന്നിരിക്കുന്നത്. ഈ വാഗ്ദത്തം നമ്മുടെ ഹൃദയത്തെ അലിയിപ്പിക്കുവല്ലേ, നമ്മൾക്കങ്ങ് സ്നേഹം കൊണ്ട് നിറയ്ക്കുകയല്ലേ. എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്നെ ആരും തൊടത്തില്ല, ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്, നീ ഭാരപ്പെടണ്ട. പ്രതികൂലങ്ങളൊക്കെ കടന്നു വരും, പ്രയാസങ്ങളും രോഗങ്ങളും വേദനകളും കടന്നു വരും, എന്നാൽ നീ ഭാരപ്പെടണ്ട. ഞാൻ നിന്നെ എൻ്റെ വലം കയ്യിൽ പിടിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിന്നെ വലിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ യെശയ്യാപ്രവചനം 49:15 നമ്മൾ വായിക്കുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആർക്കെങ്കിലും, മിക്കവാർക്കും എല്ലാം അറിയായിരിക്കും. അവിടെ ചെന്നപ്പോഴേ അവർ പറഞ്ഞ കേരളത്തിലെ 14 ജില്ലകളിലും അമ്മത്തൊട്ടിലുണ്ട്. അപ്പൊ ഈ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത തൈക്കാട് ആ സ്ഥലത്താണ് ആ അമ്മത്തൊട്ടില്. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഇങ്ങനെ ഒന്ന് കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നെഞ്ചു പൊട്ടുന്ന അവസ്ഥയാണ് അവിടെ തോന്നിയത്. ആ തൊട്ടിലില് ആ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുമ്പോ ആ തൊട്ടിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇട്ടാല് ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴേ അതിന്റെ മേളിലത്തെ നിലയിൽ ബെല്ലടിക്കത്തുള്ളൂ, കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടു എന്ന്. അപ്പൊ അത്ര സെക്കൻഡ് സമയം കൊടുക്കുന്നത് ഇട്ടവർക്ക് മാറിപ്പോകാന്, അവരെ ആരും കാണത്തില്ല. അപ്പൊ ഇടുന്നതിന് മുമ്പ് അവിടെ ഒരു അനൗൺസ്മെന്റ് ഇവർക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ പറയും, കുഞ്ഞിനെ അതിൽ ഇട്ടാല് പിന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ കുഞ്ഞിനെ കിട്ടത്തില്ല, ഒത്തിരി നിയമങ്ങളുണ്ട്. അങ്ങനെ അവിടെ ഇടുന്ന ആ കുഞ്ഞിനെ അവർ കൊണ്ട് ആരാന്ന് വെച്ചാൽ അവിടെ കൊണ്ടിട്ടിട്ട് അവർ പോയി കഴിയുമ്പോൾ മേളിത്തെ നിലയിൽ ബെല്ലടിക്കും. അവിടുന്ന് ഉടനെ ആൾക്കാർ വന്ന് കുഞ്ഞിനെ എടുക്കും, ഉടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും, ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവിടെ ശിശുക്ഷേമ സമിതി അവിടെ അവരവനെ വളർത്തും. ഞങ്ങൾ പോയപ്പോൾ ഒരു 150 കുഞ്ഞുങ്ങളെ അവിടെ കണ്ടു. അതിൽ കുറെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാ. എന്നാൽ ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങള് 2-3 മാസം പ്രായമായ കുഞ്ഞുങ്ങള്, ഓരോ നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് തുണിത്തൊട്ടിൽ ഇങ്ങനെ കെട്ടിയേക്കുന്നത്, ഒരു മുറിക്കകത്ത് 4 തുണിത്തൊട്ടിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എല്ലാം അതിനകത്ത് കിടത്തിയേക്കുന്നു. അതുപോലെ നോക്കുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരാൾക്ക് 4 കുഞ്ഞുങ്ങളെ വെച്ചാൽ നോക്കുന്നേ. ഈ കുഞ്ഞുങ്ങളെ അവർ ഹോസ്പിറ്റൽ ഗവൺമെന്റ് നന്നായിട്ട് അവിടെ നോക്കുന്നേ കേട്ടോ, നന്നായിട്ട്. ഓരോ ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാരെല്ലാം ഫ്രീ ആയിട്ട് അവരുടെ സേവനം.
അവരിങ്ങനെ വന്നിരിക്കുന്നു. ഓരോരുത്തരും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്, സത്യം പറഞ്ഞാൽ കൊച്ചു കുഞ്ഞിനെ കണ്ടപ്പം അവിടുന്ന് ഞാൻ തന്നെ അങ്ങ് കരഞ്ഞുപോയി. എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിച്ച്, ആ കുഞ്ഞ് വയറ്റിൽ ഉരുവാകുമ്പോൾ എന്നും വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, അതിന് തക്ക സമയത്ത് അമ്മയ്ക്ക് വേണ്ടുന്ന ആഹാരം കൊടുത്ത്, റെസ്റ്റ് കൊടുത്ത്, ഡോക്ടറെ കണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തരുന്ന ഒരു കുഞ്ഞിനെ, ആമേൻ, ഈ അവിടെ കൊണ്ടുവരുന്ന ആരുടെയും കുഞ്ഞുങ്ങളെ അവർ നോക്കി വളർത്തുന്നതല്ല. അല്പസമയത്തെ ആ സുഖത്തിന് വേണ്ടി ആ കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അതിനെ വലിച്ചെറിഞ്ഞ് കളയുന്ന കുഞ്ഞുങ്ങളാകല്ല. അതിനെ ഗവൺമെന്റ് കൊണ്ടുവന്ന് നോക്കുക. ആമേൻ, എന്തുമാത്രം മ്ലേച്ഛതകളാണ് നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിന്റെ പ്രവൃത്തികൾ തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ, അവരെയും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ കുഞ്ഞിനെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിനെ കൊന്നുകളയാതെ വണ്ണം അവിടെ സൂക്ഷിക്കാൻ ഗവൺമെന്റ് ഒരു സംവിധാനം ഏർപ്പെടുത്തി. അവിടെ നല്ല സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തേക്കുന്നത്. അവിടെ യൂസഫ് അലി ആണെങ്കിൽ 5 നിലയുടെ ഒരു ബിൽഡിങ്ങാ അതിനു വേണ്ടി അവിടെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ഞങ്ങൾ അവിടെ ചിലപ്പോൾ ഒരു പഴയ ബിൽഡിംഗ് പൊളിക്കുന്നു, അപ്പോഴാരോ 5 കോടി രൂപ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തേക്കുക. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് അല്ലെങ്കിൽ മകളോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആമേൻ. മറന്നു കളഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അവിടെ പോറ്റി പുലർത്തുക. ഞാനിപ്പോ അവിടെയുള്ള ആ സഹോദരിയോട് ചോദിച്ചു, ഇവര് ഏത് ജാതി എന്നൊന്നും അവിടെ ഇല്ലല്ലോ, അപ്പൊ അവർ പ്രാർത്ഥിക്കുന്നേ എങ്ങനെ? അപ്പം പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനയൊന്നുമില്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അല്ലാതെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള ഒരു രീതിയേ ഇല്ല. ഈ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. ഒരു കുഞ്ഞിനെ എടുക്കണമെങ്കിൽ 2 വർഷമൊക്കെ അതിന്റെ പ്രോസസ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്നതൊക്കെ നല്ല നിലയിൽ വരുന്നതും പഠിച്ച് ഡോക്ടേഴ്സായിട്ടൊക്കെ വരുന്നതും ഉണ്ട്. പക്ഷെ യേശുവിനെ അറിയുന്ന കുഞ്ഞുങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കൊണ്ടുപോകുന്ന വീടുകളിൽ ആ മാതാപിതാക്കൾ ഏത് സാഹചര്യത്തിലാണ് വളർത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇതിന്റെ ഒക്കെ മധ്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്തുമാത്രം കരുതി, നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തുമാത്രം കരുതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുവാൻ തൊക്കണം മാതാപിതാക്കളെ നമ്മളെ കർത്താവ് ഒരുക്കി വെച്ചു. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാതാവില്ല, പിതാവില്ല, ആരുമില്ല. അവർക്ക് അവിടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വന്ന് ഉച്ചയ്ക്ക് വന്നവരെല്ലാം വന്ന് ഇരിക്കുമ്പോൾ അവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് തന്നെത്താൻ കഴിച്ച് പകുതി വായിക്കൂടെ കളഞ്ഞു, ഇങ്ങനെയൊക്കെ പോവുക. അപ്പോഴത്തേക്ക് അന്നേരം ഞാൻ ഓർത്തു, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആഹാരം വാരി കൊടുത്ത്, കഥ പറഞ്ഞു കൊടുത്ത്, എന്തെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ ഊട്ടിക്കുന്നേ. തിന്നില്ലേലും കുത്തി കയറ്റി നമ്മളത് തീറ്റിക്കും, അല്ലെ TV കാണിച്ച് തീറ്റിക്കും, കഥ പറഞ്ഞ് തീറ്റിക്കും. ഇതുങ്ങളെ ഒന്നും നോക്കാന് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കുഞ്ഞുങ്ങൾ വളർന്നു പോവുക. ആമേ, നമ്മളെ കരുതുന്ന ഒരു ദൈവമാ. ആ ദൈവമാ പറഞ്ഞിട്ടുണ്ടത്, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ സ്നേഹമോ അപ്പന്റെ സ്നേഹമോ സഹോദരങ്ങളുടെ സ്നേഹമോ നമുക്ക് കിട്ടിയില്ല എങ്കിലും നമ്മളെ ഉയരത്തിൽ നിന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ കാണുന്നുണ്ട്, മനസ്സിന്റെ വേദനകൾ അറിയുന്നുണ്ട്, നമ്മളെ മാറോട് ചേർത്ത് താലോലിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 44-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേലേ, നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു. നീ എന്റെ ദാസൻ തന്നെ ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളകയില്ല. ആമേൻ. നമ്മളെ മറന്നു കളയാത്തൊരു ദൈവമുണ്ട്. നമ്മൾ പലരെയും മറക്കത്തില്ലേ? നമ്മളെ സ്നേഹിച്ചവരുണ്ട്, നമ്മുടെ രോഗത്തിലും ദുഃഖത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമ്മളെ സഹായിച്ചവരുണ്ട്. അവരെയൊക്കെ പലപ്പോഴും നാം മറന്നു കളയുമ്പോൾ നമ്മളെ ഒരിക്കലും മറക്കാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മളെ വേലി കെട്ടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പിശാച് യോബിന്റെ ദൈവസന്നിധി ചെന്ന് പറയുന്നുണ്ട്, യോബിന് വേണ്ടി നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും വേലി കെട്ടിയിട്ടില്ലയോ? ചുറ്റും വേലി കെട്ടിയിട്ടില്ല, പിശാചാ പറയുന്നേ. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിലെ നമുക്കറിയാവോ, നമ്മുടെ ചുറ്റും കർത്താവ് വേലി കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റും ദൂതഗണങ്ങൾ തീമെതിരായി നിൽപ്പുണ്ട്. ശത്രുവിന്റെ തന്ത്രങ്ങൾ ഒന്നും നമ്മളോട് എടുക്കാതെ വണ്ണം, ദുഷ്ടൻ നമ്മളെ തൊടാതെ വണ്ണം കർത്താവിന്റെ ദൂതഗണങ്ങളാൽ നമുക്ക് ചുറ്റിനും വേലി കെട്ടി നമ്മളെ കാത്തു സൂക്ഷിക്കുക. ഇവിടെ ഇരിക്കുന്ന ഇത്ര സഹോദരങ്ങള് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്കുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ഏത് ദേശത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും ശത്രു അവരെ തൊടാതെ വണ്ണം, പിശാച് അവരെ തൊടാതെ വണ്ണം അവർക്ക് ചുറ്റിനും ദൂതഗണങ്ങള് വേലി കെട്ടി ആമേൻ അവരെ കാത്തു സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. കൺമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാ. യഹോവയുടെ വലം കൈ നമ്മളെ
നമ്മളെ മുറുകെ പിടിച്ചിട്ടുണ്ട്, വലം കയ്യിൽ നമ്മളെ കൊത്തി വെച്ചിട്ടുണ്ട്. ശത്രു കാണാതെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും. ഇന്ന് തലമുറകളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടുമ്പോൾ, തലമുറകളെ കുറിച്ച് ഓർത്ത് നിലവിളിക്കുമ്പോൾ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം അവർക്ക് ചുറ്റിനും വേലി കെട്ടി തക്ക സമയത്ത് അവരെ ഉയർത്തുവാൻ തക്കോണം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴില് അവരെ നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് വിഷയത്തിന് മറുപടി കിട്ടിയിട്ടില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. യഹോവയുടെ വഴികളിൽ കൂടി തന്നെ നടക്കുവാൻ ദിനംതോറും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജോലി കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് പട്ടിണി കിടത്തത്തില്ല. അവർക്ക് വേണ്ടുന്ന ഭാവി ഒരുക്കും. നാലഹോയുടെ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കൊണ്ടും ആ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാത്ത കൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ അനുദിനം ഒരുക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് തന്റെ എല്ലാ മക്കളിലും അധികമായിട്ട് സ്നേഹിച്ചത് ആരെയാ? യോസേഫിന് പ്രത്യേകമായ ഒരു നിലയങ്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ അത് അണിയിപ്പിച്ചു. അവനത് മാനമായി. യോസെഫ് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ ധ്യാനിച്ചു. അതായത് അപ്പൻ കഥകളൊക്കെ, ബൈബിളിക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം കേട്ട് അതെല്ലാം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് അങ്ങനെയൊക്കെ നടന്നിരുന്നു. അപ്പൻ പറഞ്ഞ ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് ഭയത്തോടെ നടന്നിരുന്നത് കൊണ്ട് യോസെഫിന് ദൈവികമായ ദർശനങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് ബൈബിളൊക്കെ വായിക്കുകയും ഒത്തിരി നേരം പ്രസംഗമൊക്കെ കേൾക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സമയം ദൈവസ്ഥനിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു ഭാരമോ ഒരു പ്രയാസമോ ഒരു വചനം നമ്മുടെ ഉള്ളിലോട്ട് ഓടി വരും. അതേസമയം മറ്റുള്ളവരോട് നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും പരാതികളും ആവലാതികളും ഒക്കെ പറഞ്ഞു സമയം പോകുന്ന പെട്ടെന്നല്ലേ സമയം പോകുന്നേ. 1-2 മണിക്കൂർ ഫോണിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ദൈവവചനം പോലും ചെവി കേൾക്കത്തില്ല. എന്നാൽ വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഒരു പാട്ടിന്റെ വെടിക്കുടിയായിരിക്കും അല്ലെങ്കിൽ ഒരു വചനത്തുടിക്കുമായിരിക്കും ദൈവം നമ്മളോട് സംസാരിച്ച് നമ്മളെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാ അനുഭവത്തിലും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര വരെ നിന്നിട്ടുള്ളത്. ആ വചനം യഹോവയിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ നന്മ പ്രാപിക്കും എന്നെല്ലാ സദൃശ്യവാക്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ പ്രാപിച്ച്, യഹോവയിൽ ആശ്രയിച്ച് പുഷ്ടി പ്രാപിച്ച് നമ്മുടെ ജീവിതകാലം കഴിച്ചു കൂട്ടുവാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യോസേഫിന് ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്തു. അപ്പന് ഏറ്റവും ഇഷ്ടം, അപ്പം പറയുന്നതൊക്കെ കേൾക്കും, തെറ്റായ വഴികളിലൊന്നും പോകാതെ യോസേഫ് നടന്നപ്പം അവന്റെ സഹോദരന്മാർക്കെല്ലാം അവനോട് അസൂയ തോന്നി. അവൻ ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ അവന് സ്വപ്നം കാണുന്നവനായി തീർന്നു. അവന്റെ സ്വപ്നത്തെയൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. ആ സ്വപ്നത്തെയൊക്കെ കുറിച്ച് അവിടെ പറയുമ്പോൾ സഹോദരന്മാർക്കോ അവനോടങ്ങ് വിദ്വേഷം, അസൂയ എല്ലാം വരും. ഇന്നും ദൈവസന്നിധിയില് എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെയും ഇച്ചിരി ഒന്ന് എവിടെങ്കിലും ഒന്ന് ഉയർന്നു കണ്ട ഉടനെ ഒരടി വരും. അല്ലെ, ഉടനെ നമ്മളെ കുറിച്ച് നിന്ദിക്കും, ഉടനെ നമ്മളെ കുറിച്ച് പരിഹസിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കുറ്റം പറയും. ഇതൊക്കെ വരുമ്പോ എന്തുകൊണ്ടാ വരുന്നത്? അസൂയ കൊണ്ടാ. അസൂയയുടെ ഒരു വ്യാപാര ശക്തി ഞാൻ ഉടലാടിക്കൊണ്ടിരിക്കുക. നിന്റെ ഉയർച്ചയെ കണ്ടുകൊണ്ട്, നിന്റെ മക്കളുടെ നന്മയെ കണ്ടുകൊണ്ട്, നിന്റെ ആരോഗ്യത്തെ കണ്ടുകൊണ്ട്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കണ്ടുകൊണ്ട് വിശ്വാസന്റെ പല തന്ത്രങ്ങൾ കൊണ്ടുവന്ന് ആ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് കുറയ്ക്കുവാൻ തൊക്കണം. വലിയ പ്രാർത്ഥനക്കാരിയാ, ഒന്നും അറിയത്തില്ല, ഉത്തീർന്നങ്ങ് പ്രാർത്ഥനയാ, ഉത്തീർന്നങ്ങ് നിലവിളിയാ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിവസങ്ങളിൽ മുന്നേറുവാൻ തൊക്കണം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. യോസേഫിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കുശുമ്പ് മൂത്ത്, അസൂയ മൂത്ത് ആ യോസേഫിനെ സഹോദരങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ആ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റു. ആ പൊട്ടക്കിണറ്റിൽ അവനെ തള്ളിയിട്ടു. അവൻ നിലവിളിച്ചു കാണും. അവിടുന്ന് ആ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റു. പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും ആ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അടിമപ്പെടാത്തത് കൊണ്ട് അവനെ കാരാഗ്രഹത്തിലേക്ക് ആക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ കിടന്നു. അവൻ ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് അവിടെയും സ്വപ്നങ്ങളെ അതിനെ പറഞ്ഞു കൊടുക്കുവാൻ തൊക്കണം. അവിടെ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായി. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തില് അവരുടെ വഴികളിൽ കൂടി തന്നെ നടക്കുമ്പോൾ ഏതവസ്ഥകളിൽ കൂടി കടന്നു പോയാലും ദൈവം നിന്നെ മാനിക്കും. പ്രാർത്ഥനയ്ക്ക് ചില സമയങ്ങളിൽ നിനക്കൊരു ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചില സഹോദരിമാരോട്
ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുക, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തല്ലേ. നിന്നെ നിന്ദിച്ചോട്ട്, നിന്നെ പരിഹസിച്ചോട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് കിട്ടിയില്ല എങ്കിലും അതിനെ നീ ഗണ്യമാക്കണ്ട. ദൈവത്തോട് അധികമായിട്ട് നിലവിളിക്കുക. ആമേ, ദൈവം നിന്നെ മാനിക്കും. നമുക്കറിയാം മത്തായി സുവിശേഷം 20-ാമധ്യായത്തിന്റെ 28-ാം വാക്യത്തില് ആ രണ്ട് കുരുടന്മാർ വഴിയരികില് അവിടെ ഇരുന്ന് നിലവിളിച്ചപ്പോൾ ശിഷ്യന്മാർ പുരുഷാരം അവനെ ശാസിച്ചു. എന്നാൽ അവർ ആ കുരുടന്മാര് ആ ശാസന കേട്ടിട്ട് മിണ്ടാതിരുന്നില്ല. അധികമായിട്ട് ദൈവത്തോട് നിലവിളിച്ചു. യേശു അവിടെ നിന്നു. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമെന്ന് പറഞ്ഞു. യേശു അവിടെ നിന്ന അവരുടെ കണ്ണ് തുറന്നു കൊടുത്തു. അവർക്ക് സൗഖ്യം പ്രാപിച്ചു. ആമേൻ. പ്രിയ ദൈവ പൈതങ്ങളെ, നിന്നെ നിന്ദിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, നിന്നെ പരിഹസിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, മടുത്തു പോകല്ലേ. പ്രാർത്ഥന കുറയ്ക്കല്ലേ, ഉപവാസം കുറയ്ക്കല്ലേ, ആരാധന കുറയ്ക്കല്ലേ. നമ്മുടെ സർവശക്തനായ ദൈവം ആമേൻ യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഉപദ്രവിക്കുന്നവർ ഏറ്റവും ലജ്ജിക്കും. ആമേൻ. അങ്ങനെയുള്ള അവസരങ്ങൾ കടന്നു വരാൻ പോകുക. കുഴി കുഴിക്കുന്നവർ കുഴിയിൽ വീഴും. ആമേൻ. കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. എന്തെല്ലാം കുഴി കുടിച്ചോട്ടെ, കല്ലുരുട്ടിക്കോട്ടെ, നീ ഭാരപ്പെടണ്ട. നിന്റെ ദൈവമായ യഹോവയെ തന്നെ വിളിച്ചപേക്ഷിക്കുക. തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും. എന്തെന്നാൽ യഹോവയുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുക. ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ ക്ഷണം പ്രതി നിന്നെ നനയ്ക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലും യോസേഫിനെ ദൈവം കാത്തു സൂക്ഷിച്ചു. ആമേൻ. നമുക്കറിയാം ദാവീദിനെ അവന്റെ സകല കഷ്ടതകളും വിടുവിച്ച് രാജസ്ഥാനത്ത് കൊണ്ടുവന്നല്ലോ. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് ദാവീദ് കരഞ്ഞു. രാജസ്ഥാനത്തിരുന്ന ദാവീദിന് കരയേണ്ട കാര്യമുണ്ടോ? എന്താജ്ഞാപിച്ചാലോ നിവർത്തി കൊടുക്കുവാനുള്ള ആൾക്കാരുണ്ട്. എന്നാലും ഹല്ലേലൂയ, ദാവീദ് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ സകല ശത്രുക്കളെ ഒതുക്കിക്കളഞ്ഞ് രാജസ്ഥാനത്ത് കൊണ്ടുവന്നു. ഏതെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നീയും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ഓരോ യാമങ്ങളിലും നമുക്കറിയാം 4 യാമങ്ങളുണ്ട്. 6 തൊട്ട് 9 വരെയും, 9 തൊട്ട് 12 വരെയും, 12 മുതൽ 3 വരെയും, 3 മുതൽ 6 വരെയും, ഈ 4 യാമങ്ങളിലും ആമേൻ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. സന്ധ്യാസമയത്ത് ആമേൻ അമ്മേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനേ, നിന്റെ വീട്ടിൽ പിശാചിന്റെ ബാധ കടന്നു വരത്തില്ല. ആമേൻ. ആ യാമം മാറുന്നൊരു സമയം വൈകിട്ട് സന്ധ്യാസമയം. ഇവിടെയൊക്കെ ചെറുതുകളിൽ ചെറിയ പ്രായങ്ങളിൽ ആമേൻ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. എന്നാൽ സന്ധ്യാസമയത്ത് ഒന്ന് ലൈറ്റ് ഇടുമ്പോൾ ഉടനെ പറയും പ്രാർത്ഥിക്കണമെന്ന്, അല്ലെങ്കിൽ പിശാച് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ആമേൻ അങ്ങനെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നു. മനസ്സിൽ പേടിയാ, പിശാച് കടന്നു വരും. സന്ധ്യക്ക് നല്ല പാട്ടൊക്കെ പാടി നല്ല തമ്പേറൊക്കെ വെച്ച് അടിച്ച് അങ്ങോട്ട് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷമാ. ഉള്ളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കുന്നതും അങ്ങനെ. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ഭവനത്തിലുടനീളം ഒന്ന് പരിവർത്തിച്ചു കൊണ്ടിരിക്കണമേ. എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗം ശാസിക്കണമേ. ഭവനത്തിന്റെ ചുറ്റിന് ദൂതഗണങ്ങള് ആമേ തീമതിലായിട്ട് നിൽക്കണമേ. ആഭിചാര, മന്ത്രവാദ, നേർച്ച, കാഴ്ച, അസിയുടെ വ്യാപാര ശക്തികള് എല്ലാത്തിനെയും വിട്ടുമാറ്റി അടിയങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിക്കണമെന്ന് സന്ധ്യാസമയത്തും രാവിലെ സമയത്തും ആമേൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദൈവവിതരെ, ദൈവത്തിന്റെ ദൂതഗണങ്ങൾ ചുറ്റിനുമുണ്ട്. ധൈര്യമായിട്ടിരിക്കുക, മടുത്തു പോകരുത്. പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുക. ആമേ സന്ധ്യാസമയത്ത് സീരിയൽ കണ്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞ് ഇരിക്കുന്നവരായിട്ടല്ല, സന്ധ്യാസമയത്ത് ദൈവത്തെ സ്തുതിക്കുക. ദാവീദ് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു. അവന്റെ പ്രാർത്ഥന കേട്ട ദൈവമെങ്കില നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തനം 27:5 നാം വായിക്കുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ആമേൻ. അനർത്ഥ ദിവസങ്ങൾ വരും. ഹല്ലേലൂയ. അനർത്ഥങ്ങളും പ്രശ്നങ്ങളും വരും. എന്നാൽ അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമാ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. അവയിൽ നിന്നെല്ലാം യഹോവ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആമേൻ. യശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ഒരു ചെടി തഴച്ചു വളരണമെങ്കിൽ വെള്ളവും വളവും വെളിച്ചവും ആവശ്യമാണ്. അതുപോലെ നമ്മളെ കർത്താവ് ദിനംതോറും വളർത്തുകയാ. വാടിപ്പോകാമായിരുന്ന സ്ഥാനത്ത്, തളർന്നു പോകാമായിരുന്ന സ്ഥാനത്ത്, നശിച്ചു പോകാമായിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മെ നിർത്തിയില്ലേ? എത്രയോ പ്രാവശ്യം നമ്മൾ വാടിപ്പോകാമായിരുന്നു.
ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് അമ്മേ നമുക്ക് വാടിപ്പോകാമായിരുന്ന എത്രയോ അവസരങ്ങളുണ്ട്. അമ്മേ നിലവിളിച്ച അവസരങ്ങളില്ലേ, അപ്പോഴെല്ലാം കർത്താവ് നമ്മളെ അങ്ങ് നനച്ചു. നമ്മുടെ പ്രകൃതി അറിയുന്നത് കർത്താവ് മാത്രമാ. നമ്മുടെ എത്ര നാള് നമ്മുടെ കൂടെ താമസിച്ച ഭർത്താവായാലും നമ്മുടെ മക്കളായാലും അമ്മേ നമ്മുടെ പ്രകൃതം ഒന്നും അവർക്ക് അറിയത്തില്ല, നമ്മുടെ പ്രകൃതി അറിയത്തില്ല. നമുക്ക് കാണുമ്പോൾ നല്ല ധൈര്യവും ബലവും ഒക്കെ നമ്മളെ തോന്നിക്കും. പക്ഷെ ചില വാക്കുകൾ മതി നമ്മളെ അങ്ങ് തളർത്തി കളയും. നമ്മുടെ ഉള്ളങ്ങ് നിലവിട്ടങ്ങ് വിളിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് പറയുന്നേ, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ഓ, നീ എപ്പോഴും വാടി എന്ന് ദൈവം കാണുന്നുണ്ടോ? ക്ഷണം പ്രതി നിന്നെ നനയ്ക്കും. ഉയരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേളിലേക്ക് വരും. നിനക്കൊരു വാക്യം തരും. ഓ, ദൈവത്തിന്റെ ദൂതൻ വരും. ഓ, റഖമന ജുഡര ബശന്തര, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് ആമേൻ തളർന്നു പോകാതെ, വാടിപ്പോകാതെ, ക്ഷണിച്ചു പോകാതെ നമ്മളെ നനയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യെശയ്യാപ്രവചനം 58:11 നമ്മൾ വായിക്കുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. യഹോവ നമ്മളെ എല്ലായ്പ്പോഴും നടത്തും. വരണ്ട നിലത്തിലൊക്കെ പോകുന്ന അവസ്ഥകൾ വരും. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ വിശപ്പിനെ അടക്കി നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 144:12 നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ എന്ന് പറയുന്നു. നമ്മുടെ പുത്രന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണമെങ്കിൽ ബാല്യത്തിലെ നല്ല ശിക്ഷണം അവർക്ക് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തു നിന്നൊക്കെ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജുകളിലും പല ഹോസ്റ്റലുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോകും. അതിനു മുമ്പേ നമ്മൾ അവർക്ക് നല്ല ശിക്ഷണം കൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള വചനമെല്ലാം പറഞ്ഞു കൊടുത്ത് സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നതിലും അവർ സൺഡേ സ്കൂൾ ചർച്ചയിലൊക്കെ പഠിപ്പിക്കും. പക്ഷെ അതിലുപരിയായിട്ട് ഒരു മാതാവ്, ഒരു പിതാവ് ആ കുഞ്ഞിന് വേണ്ടുന്ന ഉപദേശങ്ങള്, അതിലുപരിയായിട്ട് മാതാവിന്റെയും പിതാവിന്റെയും ജീവിതം, ആ ഭവനത്തിനകത്ത് അവരുടെ ഇടപെടലുകള്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. ആമേൻ. അവർ പുറത്തു പോകുമ്പം പുറത്തു പോയി അവർ സ്കൂളിൽ പോയിട്ട് വീട്ടിലൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല അവരെ നമ്മൾ കേൾക്കാനൊക്കെ സമയം എടുക്കണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴൊക്കെ ഇതൊക്കെ കേട്ടും വചനം പഠിച്ചും ഒക്കെ വരുന്നേ. എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് വേറെ വലിയ കഴിവോ പ്രാപ്തിയോ വചനം പറയാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ഏതിനും എന്തിനും കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറെങ്കിലും ഞാൻ ദൈവസ്ഥലിൽ ഇരുന്ന് 1 മണിക്കൂർ ബൈബിൾ വായിക്കും, 1 മണിക്കൂർ പാട്ട് പാടും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഈ 3 മണിക്കൂർ ദൈവസ്ഥനിൽ അങ്ങ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്ന എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് ആമേൻ അങ്ങനെ ആയിരുന്നത് കൊണ്ട് ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ദൈവം നടത്തി. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തെ ദൈവം നടത്തി. എന്തുമാത്രം ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നപ്പോൾ പലവട്ടം എന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ വിഷാദിവാദി കെട്ടിയ സ്ഥാനത്ത് കർത്താവ് ഇറങ്ങി വന്ന് കർത്താവിന്റെ വലങ്കരത്തിൽ എന്നെ പിടിച്ചത് കൊണ്ട് വിഷാദിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തില്ല. ആയുസ് പൂർത്തീകരിപ്പാൻ തക്കൊണ്ണം പിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പം അവരാ 12ാം ക്ലാസ്സിന്റെ അതിനും ഇടയ്ക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ കുഞ്ഞുങ്ങളെ അങ്ങ് നന്നായിട്ട് സ്നേഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഇറങ്ങി പോകുന്നത്. നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ചെന്ന് മറ്റുള്ളവരോടൊക്കെ പറയും. അതേസമയം എന്തിനും നമുക്ക് അവർക്ക് ചോദിക്കുന്ന പൈസയൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒക്കെ നമ്മൾ അവരെയും കൂടി ഇരുത്തി പ്രാർത്ഥിക്കണം. ദൈവം എല്ലാം തരും. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് മിച്ചം വരുത്തിയ കർത്താവില്ലേ, ആ ദൈവം നമ്മളെ നടത്തും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഒത്തിരി 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 എക്സാമ്പിള് ബൈബിളിനൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, എൻ്റെ മോനൊക്കെ മദ്രാസില് സത്യഭാമ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ചെലവുകളുണ്ട്. അവൻ ആർക്കിടെക്റ്റാ പഠിച്ചത്. അപ്പോഴത്തെ ഉടനെ പറയുന്നതിന് മുമ്പ് അങ്ങ് പൈസ അയച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവന്റെ കൂട്ടുകാർ പറയും, നിന്റെ അമ്മ പറയും, എന്തോ പറഞ്ഞു മോനെ, എന്തോ പറഞ്ഞതാ റോബിൻ ചോദിക്കും, പറയും മമ്മി പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന് പറയും. പൈസ ചോദിച്ചാൽ ഉടനെ പൈസ നാളെ തരാന്ന് പറയത്തില്ല. മോൻ പ്രാർത്ഥിക്കും മോനെ, ദൈവം തരും എന്ന് പറഞ്ഞിട്ടാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അറിയാം പ്രാർത്ഥിച്ചിട്ടേ തരത്തുള്ളൂ. ഒത്തിരി ഒത്തിരി എക്സാമ്പിൾ കൊണ്ട് പറയാൻ സമയമില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്ന് വരെയും ദൈവം നടത്തി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്നും കൂട്ടി വെച്ചിട്ടല്ല ജീവിക്കുന്നേ. അന്നൊന്ന് വേണ്ടുന്നത് തന്ന് എന്നും ഞാൻ രാവിലെ ഞാൻ പ്രാർത്ഥിക്കും. ദൈവമേ, വയലിലെ താമരെ മനോഹരമായിട്ട് എണീച്ചൊരുക്കുന്ന ദൈവം, വാനിലെ പറവുകൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ നടത്തുന്ന ദൈവം, ഇതെന്റെ ആവശ്യങ്ങളെല്ലാം
നിറഞ്ഞ് നിറവേറ്റി തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ആമേൻ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. രാവിലെ എഴുന്നേറ്റ് മണിക്കൂറുകളോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്ന സകല നന്മകളും ദൈവം നമുക്ക് തരും. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ഒന്ന് സ്നേഹിച്ച് അവരെ ഒന്ന് കരുതി മോനെ മക്കളെ പൊന്നെ എന്നൊക്കെ ഒന്ന് വിളിക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സന്തോഷമെന്ന് അറിയാവോ? അല്ല എടാ ഇവിടെ വാടാ, എടി ഇവിടെ വാടി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വേദനയാ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളല്ലാതെ ആരാ മോനെ മക്കളെ എന്ന് വിളിക്കുന്നേ? ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ മക്കളെ എന്നൊക്കെ വിളിച്ച് വലിയ കുഞ്ഞുങ്ങളായാലും ആമേൻ. എൻ്റെ മോനെ ഇന്ന് 40 വയസ്സ് അടുത്ത മാസമാകും. അപ്പൊ അവനെ എന്തുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മിയുടെ സ്വരത്തിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്നാ എന്തുണ്ട് മക്കളെ, എൻ്റെ പൊന്നുമോ സുഖമായിരിക്കുന്നു ഒന്നൊന്ന് ചോദിക്കുമ്പോഴാ പിള്ളേർക്ക് സന്തോഷം. അപ്പൊ ഞാൻ ഓർക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടും ആമേൻ അവർക്ക് ഇന്നും മോനെ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത് സന്തോഷം. എന്നതുപോലെ നമുക്ക് ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങ് സ്നേഹിക്കുമെങ്കിൽ അവർ സ്നേഹം തേടി പുറത്തോട്ട് പോകാനായിട്ടൊക്കത്തില്ല. അതുപോലെ ഭാര്യയാണേലും ഭർത്താവാണേലും അവരവരുടെ വീട്ടില് നല്ല സ്നേഹത്തോടെ ഇടപെടുവാണെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും ഇറങ്ങി പോകത്തില്ല. ആണുങ്ങൾ വേറെ വീട്ടിൽ ആഹാരത്തിന് രുചിയെന്നൊന്നും പറഞ്ഞ് അവർ പോകത്തില്ല. നമ്മുടെ വീട്ടിലുള്ളത് ഉണ്ടാക്കി കൊടുത്തത് പ്രാർത്ഥിച്ച് സ്നേഹത്തോട് സമാധാനത്തോട് ഇരുന്ന് കഴിക്കുവാണെങ്കിൽ അന്ത്യം വരെ അവർ നമ്മുടെ കൂടെ നിൽക്കും. വേറെ ഇറങ്ങി വേറെ ആ വീട്ടിലെ അവരുടെ ആഹാരം നല്ല അല്ലെ അവരെ കാണാൻ നല്ലയാ എന്നൊന്നും പറയത്തില്ല. നമ്മുടെ വീട്ടിൽ അത് കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാ പലയിടത്തും ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ നന്നായിട്ട് ആഹാരം വെച്ച് അത് പ്രാർത്ഥിച്ച് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് ദൈവസന്നിധി സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇരിക്കുമെങ്കിൽ സകലത്തിലും ഒന്നിനും മുട്ടില്ല. അതുകൊണ്ടും നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ ഭാര്യമാരെയും ഓരോരുത്തരെയും ദൈവം കാത്തു സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ക്ഷണത്തിൽ നമ്മളെ നനയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. വാടിപ്പോകാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. എത്ര വലിയ പ്രാർത്ഥനക്കാരായാലും എത്ര വലിയ പ്രവാചകന്മാരായാലും എത്ര വലിയ പാസ്റ്റർമാരായാലും അവരുടെ ജീവിതത്തിലൊക്കെ വാടിപ്പോകുന്ന അവസ്ഥകളുണ്ട്. നമുക്കറിയാം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനെ കുറിച്ച് അവിടെ നമുക്കറിയാമല്ലോ. ഏലിയാവ് ചെയ്തതൊക്കെയും സകല പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസേബേലിനോട് പറഞ്ഞു. ഈസേബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ ഓരോരുത്തരെ പോലെ ആക്കുന്നില്ല എങ്കിൽ എന്നുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈസബേലിന്റെ വാക്ക് കേട്ട ഏലിയാവ് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ആമേൻ ഇരുന്ന് മരിപ്പാനിച്ചു. അവിടെ കിടന്നുറങ്ങി പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. തളർന്ന ഏലിയാവിനെ ആമേൻ ക്ഷണത്തിൽ ഉണർത്തുവാൻ തക്കണം ഒരു ദൂതനെ അവിടെ അയച്ചു. എന്തോ ഒരു വലിയ ദൈവദാസന എന്തെല്ലാം അത്ഭുത പ്രവർത്തികൾ ചെയ്തതാ. ഒരു ഈസബേലിയ സ്ത്രീയുടെ വാക്ക് കേട്ട് എനിക്കിനി മരിച്ചാ മതി എന്ന് പറഞ്ഞ് തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന എത്രയോ മണ്ഡലങ്ങളില് ഒരു വാക്ക് കേട്ട് തളർന്നിട്ടില്ലേ? ഒരു വാക്ക് കേട്ട് നിലവിളിച്ചിട്ടില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് പോവത്തില്ല, ഇനി ആ ചർച്ചിൽ ഞാൻ പോവത്തില്ല, ഇനി അവരുടെ വീട്ടിൽ ഞാൻ പോവത്തില്ല, എന്നെ അവർ നിന്ദിച്ചു പരിഹസിച്ചു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്നിലുള്ള കൃപയെ പിശാച് മുറിച്ചു കളയാനായിട്ടാണ് ആ പ്രവൃത്തികൾ ചെയ്തെടുക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ നാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിഞ്ഞ് ആമേൻ എന്റെ ദൈവത്താ ഞാൻ മതിച്ചാടി കിടക്കും, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ തക്കണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ. ഏലിയാവിന്റെ അടുത്ത് ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി ഉണർത്തി അവന് ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെയും ചെയ്യിപ്പിക്കുവാൻ തക്കണം ദൈവത്തിന്റെ കരം നീട്ടിയതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ നമ്മൾ മടുത്തു പോകാനല്ല, നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാത്തിനെ കുറിച്ച് നമുക്കൊരു വാഗ്ദത്തം ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിറവേറ്റി തരും. യോബ് 14:7 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല, അതിന്റെ വേർനിലത്ത് വഴങ്ങിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, ഞെരുക്കങ്ങളെ മാറ്റുവാൻ, ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ധൈര്യത്തോടെ ഒന്ന് എഴുന്നേക്കണം. നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടിക്കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ തക്കണം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നേറണം. കിട്ടുന്ന സമയങ്ങളിൽ ദൈവത്തെ സ്തുതിക്കണം. വേദന വരുമ്പോൾ ആമേൻ പ്രാർത്ഥിക്കണം. വേദന വരുമ്പോൾ ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊരു ബലം, ഉയരത്തിലെ ശക്തി നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവാഞ്ചലിസ്റ്റ് മാത്യൂസ് ജോൺ ബ്രദർ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ആ ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടി കടന്നു വന്നപ്പോൾ അവർക്ക് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം കൂടെ ഇരുന്നു. ആ ഇസ്രായേൽ മക്കള് മിസ്രൈമിന്റെ അടിമനുഖത്തില് ആമേൻ അവിടെ കുടുങ്ങിയിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, ദൈവം അവരെ വിടുവിച്ചു. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞ് പിറകെ വന്ന മിസ്രയീം ആ ശക്തിയെ ദൈവം ഇറങ്ങി വന്ന് നോക്കി. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി. പ്രൈസ് ദി ലോർഡ്. പ്രഭാതയാമത്തില് ആമേൻ, ഓരോ യാമത്തിലും ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, സന്ധ്യായാമത്തിലാണോ, കോഴി കൂകുന്ന യാമത്തിലാണോ, അർദ്ധരാത്രിയുടെ യാമത്തിലാണോ, പ്രഭാതയാമത്തിലാണോ, ഈ 4 യാമങ്ങളില് ദൈവ പൈതലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ വരുന്ന മിസ്രയീം ശക്തികളുടെ അവരുടെ രഥചക്രങ്ങളെ അവരെ ഓട്ടം താറുമാറാക്കി പ്രയാസമാക്കി ആ ജനത്തെ കാത്തതുപോലെ ആമേൻ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ പുറകെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളില്ലേ, നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന, നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന, ആമേൻ നമ്മുടെ ആരോഗ്യത്തെ കെടുത്തുന്ന, നമ്മുടെ സാമ്പത്തിക നന്മകളെ കെടുത്തിക്കളയുന്ന അന്ധകാര ശക്തികളെ ജയിക്കുവാൻ തൊക്കണം. ഈ ദിവസങ്ങളിൽ അമിത ബലം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. രക്തത്താലും യേശുക്രിസ്തുവിന്റെ വചനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകി പോകും. ആമേൻ, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദുഷ്ടന്റെ തന്ത്രങ്ങളൊന്നും നിന്നോട് നടക്കത്തില്ല. എന്താണെന്നറിയാവോ? യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട്, ആമേൻ, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പിശാചിന് തൊടാൻ സാധിക്കത്തില്ല. ഏത് നിമിഷം വേരി ഒന്ന് പൊളിക്കണമെന്ന് വെച്ച് പൈശാചിക ശക്തികൾ നിൽക്കുമ്പോൾ, ഏത് നിമിഷവും നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. ആമേൻ, ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകി പോകും. ആമേൻ, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ശക്തീകരിക്കും. ശത്രു ഒരു വഴിയായി കടന്നു വരുമ്പോൾ 7 വഴിയായി ചിതറിച്ചു കളയുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. യെശയ്യാപ്രവചനം 43:1 നമ്മൾ വായിക്കുന്നു, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ആമേൻ. വെള്ളത്തിൽ കൂടി നമുക്ക് കടക്കേണ്ടി വരും, നദികളിൽ കൂടി കടക്കേണ്ടി വരും, തീയിൽ കൂടി കടക്കേണ്ടി വരും, അഗ്നിജ്വാല കൂടി കടക്കേണ്ടി വരും. എന്നാൽ നമ്മളെ മുക്കി കളയത്തില്ല, നമ്മളെ പൊള്ളിച്ച് കളയത്തില്ല. വസ്ത്രത്തിന് ഒരു കരിയുന്ന മണം പോലും വരാതെ വണ്ണം തീയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കൺമണി പോലെ കാക്കുന്ന ഒരു സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പാപികളെ രക്ഷിപ്പാൻ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, നമ്മൾ ചില തെറ്റുകൾ അകപ്പെട്ടു പോകുമ്പോൾ, ചില പ്രയാസങ്ങളായി പോകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷവാദം ചെയ്യുക. അവളെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പൈതല്ല, അവളെന്നും കരയുന്ന ഒരു പൈതല്ല. ഇന്ന് അവളൊരു ചെറിയ തെറ്റിൽ അകപ്പെട്ടു പോയി, ദൈവമേ അവളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക. നമ്മുടെ സകല തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നമ്മുടെ കുറവുകളും അഹങ്കാരങ്ങളും എല്ലാ പകയും പിണക്കവും എല്ലാം ദൈവസ്ഥ കണ്ണുനീരോട് ഏറ്റു പറഞ്ഞ്, കർത്താവേ എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണം, ഒരു താഴ്മയുള്ള ഒരു സ്വഭാവം എനിക്ക് തരണമേ, ക്രിസ്തുവിൽ എന്നെ ഒന്ന് മറിഞ്ഞിരിപ്പാൻ സഹായിക്കണമേ.
കഴിഞ്ഞ ദിവസങ്ങളില് ഒരു ദേവദാസന്റെ വചനം കേട്ടപ്പോ അതിൽ കൂടെ പറഞ്ഞതാ, ക്രിസ്തുവിലൊന്നും മറഞ്ഞിരിക്കാൻ നമ്മൾ നോക്കണം. എന്നെ കാണുമ്പോ ആ മോളമ്മയല്ല കാണുന്നേ, ആ ക്രിസ്തുവിനെ എന്നെയും കൂടി കണ്ടിട്ട് ആ ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അപ്പൊ നമുക്ക് ആ ഒരു ഭാവം കിട്ടും. നമ്മളെ ആ കോപം, ക്രോധം, ശാഠ്യം, അഹങ്കാരം, നിഗളം, അസൂയ, പക, പിണക്കം ഒക്കെ നമ്മളിൽ നിന്ന് മാറ്റി ആ ക്രിസ്തുവിന്റെ ഭാവം എന്നിലൊന്നുണ്ടാകണമേ എന്ന് നമ്മൾ ദിനംതോറും പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം തരും. ഹല്ലേലൂയ. രാവും പകലും നമ്മളെ സൂക്ഷിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നമ്മളെ നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. യൂദായുടെ ലേഖനം 24 വാക്യത്തിൽ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് തന്നെ നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിച്ചു നിർത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പലപ്പോഴും പിശാച് നമ്മളെ തള്ളിയിട്ട് വീഴാൻ നോക്കും, എന്നാൽ നമ്മളെ താങ്ങുന്ന ആ പൊന്നുകരം നമ്മുടെ കൂടെയുണ്ട്. ആ സർവശക്തനായ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചോർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ ആശ്വസിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും കാരുണ്യനെ സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിലടികളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ ക്ഷണത്തിൽ നനയ്ക്കുന്ന ദൈവം, ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം, രാവും പകലും ദുഷ്ടൻ ഞങ്ങളെ കാണാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം കർത്താവേ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണ ഞങ്ങളുടെ ചുറ്റിനുമുള്ള ദൈവം, ദൈവമേ, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ആരാധിച്ചുകൊണ്ട് ദിനം പ്രതി കഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളൊന്നിലും ഭയപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ആരും നിരാശപ്പെട്ടു പോകാതെ എഴുന്നേൽപ്പാൻ തക്കണം. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിച്ചാടി കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗം സഹായിക്കണേ. എന്റെ കർത്താവും ദൈവമായ യഹോവേ, ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റോയ് പാസ്റ്ററേയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലീഡിയുടെ ദേവദാസിനെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ സഹോദരിമാരെ, കർത്താവെ, പാട്ടുപാടിയ സഹോദരിയെ, ഈ മീറ്റിങ്ങിനെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ, മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നുവെങ്കിലും ഹൃദയങ്ങളെ, മന്ദരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമായ യഹോവേ, ഓരോരുത്തരെ ഉള്ളത്തോട് ദൈവം സംസാരിക്കണമേ. അവരുടെ വേദനകളെ മാറ്റണമേ, അവരുടെ ഭാരങ്ങളെ മാറ്റണമേ. രട്ടിനെ അടിച്ച് സന്തോഷം ഉടിപ്പിക്കണേ കർത്താവേ. വിലാപത്തെ നൃത്തമാക്കി തീർക്കണമേ കർത്താവേ. മൗനമായിരിക്കാതെ പോടി ദൈവത്തെ സ്തുതിപ്പാൻ തൊക്കണം, ആരാധിച്ച് മുന്നേറുവാൻ തൊക്കണം. കർത്താവെ, സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിനെ ജോയിൻ ചെയ്ത ഓരോരുത്തരുടെ ഭവനങ്ങളെ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന് ചുറ്റിനും ദൂതഗണങ്ങൾ തീമതിലായി നിൽക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെയും വിദേശങ്ങളിലും ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന പട്ടണങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുണ്ട്, ഓരോ വ്യക്തികളുടെ വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. അടിയാട്ടി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മാനവും മഹത്വവും ദൈവത്തിന് സകലവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന